ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമായിട്ടാണ് കാണുന്നത്. പല തരത്തിലുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുപോലെ ബിഗ് ബോസ് വീടിനകത്തും ഉണ്ടാവും. നമ്മുടെ ഷാനവാസ് ഇന്ന് നോമിനേറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം ജിസലിന്റെ വസ്ത്രധാരണത്തെയാണ് കാരണമായിട്ട് പറഞ്ഞത്. നമ്മുടെ കേരള സംസ്കാരത്തിന് യോജിച്ച വസ്ത്രധാരണമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ ഞാൻ തെറ്റു പറയുന്നില്ല, കാരണം അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന മനുഷ്യന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. അവരും ഒരു റിയാലിറ്റിയാണ്. വസ്ത്രധാരണത്തിൽ കുഴപ്പം കാണുന്ന ആൾക്കാരുണ്ട്. അത് ഷാനവാസിന്റെ തെറ്റല്ല. അദ്ദേഹം ജീവിക്കുന്ന സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ചുറ്റുപാടും അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യർ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹവും അങ്ങനെ ചിന്തിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. എന്ത് വസ്ത്രം ഷാനവാസ് ധരിക്കണമെന്ന് ജിസേൽ പറയുകയാണെങ്കിൽ ഷാനവാസിന് അത് ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. എന്ത് ധരിക്കണമെന്ന് ഷാനവാസാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ജിസേൽ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത്. അവിടെ ഷാനവാസിന് ഒരിക്കലും ഒരു റോളുമില്ല. അദ്ദേഹത്തിന് ജിസലിനെ കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കാണാതിരുന്നാൽ മതി, മാറി നടന്നോ അല്ലെങ്കിൽ കണ്ണു പൊത്തിക്കോ. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എന്തോ കുഴപ്പം പിടിച്ച ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഷാനവാസിനെ പോലെ ചിന്തിക്കുന്ന, വസ്ത്രധാരണത്തിൽ ജാഗ്രത വേണമെന്ന് പറയുന്ന ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ പ്രതിനിധി ആയിരിക്കാം ചിലപ്പോൾ ഷാനവാസ്. അതുപോലെ തന്നെ ജിസലിനെ പോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതുന്ന, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന മനുഷ്യന്മാരും ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശവുമില്ല. ഇനി കേരളത്തിന്റെ തനതായ വസ്ത്രം എന്താണ്? കേരള സംസ്കാരത്തിന്റെ വസ്ത്രം എന്താണ്? നമ്മുടെ കേരളത്തിന്റെ ചരിത്രം എന്നാണ് തുടങ്ങുന്നത്? 50 വർഷം മുമ്പാണോ, 100 വർഷം മുമ്പാണോ, അതോ 1000 വർഷം മുമ്പാണോ? എന്തായാലും 2000 വർഷത്തോളം ചരിത്രമുണ്ട് കേരളത്തിന്. ഏറ്റവും കുറഞ്ഞത് 2000 വർഷത്തിന് മുമ്പ് ഇവിടെ മനുഷ്യന്മാരുണ്ടായിരുന്നു. ഒരു 500 വർഷം മുമ്പ് ഈ വസ്ത്രധാരണത്തിന്റെ പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ ഇല്ലായിരുന്നു. എന്തിന്? ഒരു 100 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 50 വർഷം മുമ്പുള്ള മലയാള സിനിമകൾ എടുത്തു നോക്കൂ. ആ വസ്ത്രധാരണമാണോ കേരളത്തിന്റെ തനതായ വസ്ത്രധാരണം എന്ന് നിങ്ങൾ പറയുന്നത്? വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളാണ് ഒരു 10, 30, 40 വർഷം മുമ്പുള്ള കേരളത്തിലെ മലയാള സിനിമകളിൽ പോലും നിങ്ങൾ കാണുന്നത്. വസ്ത്രം ധരിക്കാതെ മനുഷ്യന്മാർ നടന്നിട്ടുണ്ടെന്നേ. മാറുമറയ്ക്കൽ സമരം നടന്ന നാടാണ് കേരളം. അപ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടില്ല ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ വസ്ത്രം ധരിക്കുന്നവരും പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു, വസ്ത്രം ധരിക്കാത്തവരും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അല്പവസ്ത്രധാരികളും ഉണ്ടായിരുന്നു, ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചവരും ഉണ്ടായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. മനുഷ്യന്മാർക്ക് അവരവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. പൊതു ഇടങ്ങളിൽ വസ്ത്രം ധരിക്കാതെ നടക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നതിന് ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ നിയമവ്യവസ്ഥയും എവിടെയും അങ്ങനെ പാടില്ല എന്ന് പറയുന്നില്ല. നമ്മുടെ സംസ്കാരം എന്നതിലൊക്കെ ഉപരിയായിട്ട്, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നതിലുപരിയായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്നത് ഭരണഘടനയ്ക്ക് അനുസരിച്ചാവുമ്പോൾ നമ്മുടെ ഭരണഘടനയിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടമാണ് എന്ത് വസ്ത്രം ധരിക്കാമെന്നുള്ളത്. പക്ഷേ ഷാനവാസ് പറഞ്ഞത് ഒരു ടിപ്പിക്കൽ ഒരു നാട്ടുംപുറത്തുകാരനായിട്ടുള്ള ഒരു മലയാളിയുടെ ചിന്ത എന്നതിനപ്പുറം അതിനെ ക്രൂശിക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു നോമിനേറ്റ് ചെയ്തേ ഉള്ളൂ. ഒന്നാമത് നോമിനേറ്റ് ചെയ്യാൻ ഇവർക്കൊന്നും കാരണങ്ങളില്ല, വന്നു കയറിയില്ലേ ഉള്ളൂ. അപ്പോൾ കിട്ടിയത് ഈ വസ്ത്രധാരണമാണ്. കുറച്ച് മലയാളികളുടെ സപ്പോർട്ടും കിട്ടുമെന്ന് കരുതിയിട്ടായിരിക്കാം ഷാനവാസ് അത് കയറി പറഞ്ഞത്. അല്ലാതെ അതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ദുഷ്ടലാക്കുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിലുപരിയായിട്ട് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.